ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 128/2024 ചോദിച്ച LDC ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ് ശരി. കുളച്ച യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രിഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്സ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കുളച്ച യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി ഡച്ച് ഗവർണറായ വാൻഡ്രിഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്സ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ആൻസർ അമരാവതി. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് 2ഉം 3ഉമാണ് തെറ്റ്. ശരിയായിട്ടുള്ളത് ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അതേപോലെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. അടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോളിസ് ബലം വർദ്ധിക്കുന്നു. എന്താണ്? മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോളിസ് ബലം വർദ്ധിക്കുന്നു. കേരളത്തിൽ കൂടുതൽ അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായമാണ് തീവ്ര ഉപജീവന കൃഷി. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തെ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖലയാണ് മസ്കലിൻ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തെ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമായ ഉച്ചമർദ്ദ മേഖലയാണ് മസ്കലിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്ന ഈ ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവയൊന്നുമല്ലെന്നാണ്. അപ്പോൾ ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളവയാണ് എന്ത്? വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കു പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയെ രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് CS മീനാക്ഷി. അപ്പോൾ CS മീനാക്ഷിയുടെ ഗ്രന്ഥമാണ് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇവയെല്ലാം ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരെയും ദരിദ്ര കർഷകരെയും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. WTO നിലവിൽ വന്നത് 1995. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങളാണ്. എല്ലാം ശരിയാണ്. അതായത് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ബന്ധപ്പെട്ട ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്ക കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അപ്പോൾ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങളാണ് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്ക കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങിയത്. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ആമുഖം തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ മൗലിക അവകാശം അമേരിക്ക, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1 മാത്രമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ദേശീയ മനുഷ്യാവകാശ
കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദ എബോവ് ആണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. അപ്പം കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. നിർദ്ദേശ തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2, 3 മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. അപ്പോൾ സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ. മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണ് ഇവ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന. നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനയാണ് 1, 2 ഏകപൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. അപ്പം നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നവ ഏകപൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക. ഇത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2, 3 അപ്പം ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അപ്പോൾ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. അപ്പോൾ കീഴ്ക്കോടതികളാണ് സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായവ. അപ്പോൾ കേന്ദ്ര ലിസ്റ്റിൽ പെടുന്നവയാണ് 1, 2 വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫും കേന്ദ്ര ലിസ്റ്റിൽ വരുന്നവയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോവ് ആണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നവയാണ്. അപ്പോൾ പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിൽ, വനം കൺകറന്റ് ലിസ്റ്റ്, സൈബർ നിയമം അവശിഷ്ട അധികാരം. ചുവടെ ചേർക്കുന്നത് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2, 3 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 2 ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1, 3 എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നിവ.